നിങ്ങൾ നന്നായി പഠിച്ചു, റിവൈസ് ചെയ്തു, എക്സാം ഹാളിലെത്തി. ഇനിയുള്ള 2-3 മണിക്കൂറാണ് എല്ലാം തീരുമാനിക്കുന്നത്. കുറേ സ്റ്റുഡൻസിന് മാർക്ക് കുറയുന്നത് അവർക്ക് ആൻസർ അറിയാത്തതുകൊണ്ടായിരിക്കില്ല, പകരം അവർക്ക് എങ്ങനെ ആൻസർ ഷീറ്റിൽ ആൻസർ എഴുതണം, എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നറിയാത്തതുകൊണ്ടാണ്. സെയിം നോളജ് ബട്ട് ഡിഫറെൻറ്റ് മാർക്സ്. എന്തുകൊണ്ടാണിത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതൊരു കാര്യം മനസ്സിലാക്കുക. എക്സാമിനർ നിങ്ങളുടെ തലച്ചോറ് നോക്കിയിട്ടല്ല മാർക്ക് ഇട്ടിരുന്നത്. അവർ കാണുന്ന ഒരേ ഒരു സംഭവം നിങ്ങളുടെ ആൻസർ ഷീറ്റാണ്. പബ്ലിക് എക്സാമിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ ആരാണെന്നോ നിങ്ങളുടെ പേരെന്താണെന്നോ നിങ്ങൾ ക്ലാസ്സിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നൊന്നും അവർക്കറിയില്ല. അവർ നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ആ ആൻസർ ഷീറ്റ് നോക്കിയിട്ട് മാത്രമായിരിക്കും. സോ ഇന്ന് ഞാൻ പറയുന്നത് എങ്ങനെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ആൻസേഴ്സ് എഴുതണം, എങ്ങനെ ആൻസർ ഷീറ്റ് പ്രസൻറ്റ് ചെയ്യണം എന്നൊക്കെയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ടിപ്സാണ്. സോ let's start. What's good everybody? Welcome to Motive Campus. First, use the first 5 minutes like a top performer. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് ചാടി കയറിയിട്ട് എക്സാം എഴുതാൻ തുടങ്ങരുത്. പല സ്റ്റുഡൻസും പാനിക്കായി റഷ് ചെയ്ത് എക്സാം സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് വരെ തെറ്റായിട്ട് എഴുതി വയ്ക്കും. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങളത് കറക്റ്റായിട്ടൊന്ന് വായിച്ച് നോക്കാം, ഫുള്ള് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് 3 ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കും. 1, നിങ്ങൾക്ക് നന്നായിട്ട് ആൻസർ അറിയാവുന്ന ക്വസ്റ്റ്യൻസ്. 2, ഫുൾ അറിയില്ലെങ്കിലും കുറച്ചൊക്കെ അറിയാവുന്ന ക്വസ്റ്റ്യൻസ്. ആൻഡ് 3, ഒട്ടും ഉത്തരം അറിയാത്ത ക്വസ്റ്റ്യൻസ്. അപ്പോൾ തന്നെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. സെക്കൻഡ്, സ്റ്റാർട്ട് വിത്ത് യുവർ സ്ട്രോങ്ങസ്റ്റ് ആൻസർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം തന്നെ എഴുതാൻ തുടങ്ങരുത്. നന്നായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് എഴുതി തുടങ്ങുക. കാരണം ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻസ് ആണ് മൊമെൻറ്റം ബിൽഡ് ചെയ്യുന്നത്. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് റിലാക്സ് ചെയ്ത് എഴുതി തുടങ്ങുമ്പോൾ ഹാൻഡ് റൈറ്റിങ്ങും ഇമ്പ്രൂവ് ആവും, നന്നായിട്ട് ചിന്തിക്കാനും പറ്റും. പിന്നെ അത് മാത്രമല്ല, ഫസ്റ്റ് ഇംപ്രഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലീൻ ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് എക്സാമിനർ നോക്കി തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചൊരു പോസിറ്റീവ് ടോൺ സെറ്റ് ആവും, വിച്ച് ഈസ് ആൻ അഡ്വാൻറ്റേജ്. തേർഡ്, മേക്ക് യുവർ ആൻസർ ഷീറ്റ് ഈസി ടു റീഡ്. വൃത്തിയായിട്ട് എഴുതുക. ഞാൻ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിരുന്നപ്പോൾ കുറേ പേപ്പേഴ്സ് നോക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് ഞാനീ പറയുന്നത്. നിങ്ങൾ എത്ര പഠിപ്പിക്കുകയാണെങ്കിലും കാര്യമില്ല, വൃത്തിയില്ലാതെ അല്ലെങ്കിൽ വായിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് നിങ്ങൾ ആൻസേഴ്സ് എഴുതി വെച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കുറയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈവൻ അതിൽ നിങ്ങൾ എല്ലാ ആൻസറും എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും. കാരണം കുറേ പേപ്പേഴ്സ് നോക്കാനുണ്ടാവും. അപ്പോൾ വൃത്തിയായിട്ട് എഴുതി വെച്ചാൽ നോക്കുന്നവർക്കും അത് ഈസി ആയിരിക്കും. സോ എല്ലാത്തിനും ഒരു ക്ലിയർ ഹെഡിങ് ഒക്കെ കൊടുക്കുക, സബ് ഹെഡിങ് കൊടുക്കുക, ഇമ്പോർട്ടൻറ്റ് കീവേഡ്സ് ഒക്കെ അണ്ടർലൈൻ ചെയ്യുക. ബുക്ക് എഴുതി വെക്കുന്ന പോലെ എഴുതാതെ മാക്സിമം പോയിന്റ് ആയിട്ട് എഴുതി വയ്ക്കുക. കുറേ വലിയ പാരഗ്രാഫ്സ് ആയിട്ട് എഴുതരുത്, മാക്സിമം അത് അവോയ്ഡ് ചെയ്യാം. അതേപോലെ കുറച്ചൊക്കെ സ്പേസ് വിട്ടിട്ട് എഴുതുക. നീറ്റായിട്ട് പ്രസൻറ്റ് ചെയ്താൽ ഈസി ആയിട്ട് പേപ്പർ നോക്കാൻ പറ്റും, ഈസി ആയിട്ട് മാർക്കും കിട്ടും. അപ്പോൾ അതുകൂടി മൈൻഡിൽ വെച്ചിട്ട് വേണം ആൻസർ എഴുതാനായിട്ട്. ഫോർത്ത്, ദ ഗോൾഡൻ ആൻസർ സ്ട്രക്ചർ. ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ശരി, മിക്ക നല്ല ആൻസേഴ്സും ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്, ഒരു ഫ്ലോ ഉണ്ട്. ആദ്യം ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻ, ദെൻ മെയിൻ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ പോയിന്റ്സ്, ദെൻ കൺക്ലൂഷൻ അല്ലെങ്കിൽ സമ്മറി. ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടില്ലെങ്കിലും മിക്ക ആൻസേഴ്സും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ എഴുതാനായിട്ട് പറ്റും. ഇത് നിങ്ങളുടെ ക്ലാരിറ്റി ഓഫ് തിങ്കിങ് ആണ് കാണിക്കാം. നിങ്ങളുടെ ആൻസർ കംപ്ലീറ്റ് ആയ പോലെ തോന്നും, വിച്ച് അഗെയിൻ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഫിഫ്ത്ത്, യൂസ് ദ പവർ ഓഫ് കീവേഡ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പേപ്പർ നോക്കുന്ന സമയത്ത് അവരുടെ കയ്യിലൊരു ആൻസർ കീ ഉണ്ടാവും. എല്ലാ ചോദ്യങ്ങളുടെയും ആൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ആൻസർ കീ. അപ്പോൾ അതിലെ മെയിൻ വേർഡ്സ്, കീവേഡ്സ് അല്ലെങ്കിൽ ഫ്രേസസ് ഒക്കെ നിങ്ങളുടെ ആൻസറിലും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ മാർക്ക് ഇട്ട് തരും. സോ ആൻസർ എഴുതുമ്പോൾ മെയിൻ വേർഡ്സ് ഒക്കെ പറ്റുമെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. എന്ന് വെച്ച് ഫുള്ള് പാരഗ്രാഫും പോയിട്ട് അണ്ടർലൈൻ ചെയ്ത് കേട്ടോ. മെയിൻ വേർഡ്സ് അല്ലെങ്കിൽ കീവേഡ്സ് മാത്രം അണ്ടർലൈൻ ചെയ്യാം. സിക്സ്ത്, ഡോണ്ട് ലീവ് ബ്ലാങ്ക്സ് ഈവൻ ഇഫ് അൺഷുവർ. ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ അറ്റൻഡ് ചെയ്യാതെ വിടരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് ആൻസർ അറിയുണ്ടാവില്ല, പക്ഷേ എന്നാലും നിങ്ങൾക്ക് അറിയാവുന്ന പോലെ അല്ലെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ എഴുതി വയ്ക്കാം. ഫുള്ള് മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിലും കുറച്ചെങ്കിലുമൊക്കെ മാർക്ക് ഇട്ട് തരും. അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻസിന് മിക്ക എക്സാമിനേഴ്സും അറ്റ്ലീസ്റ്റ് 1 മാർക്കെങ്കിലും ഇട്ട് തരും, മിക്ക കേസിലും കേട്ടോ. സോ അറ്റംപ്റ്റ് ചെയ്യുക. പോയിന്റ്സ് എഴുതി വയ്ക്കാം, ഡയഗ്രാം വരയ്ക്കാം, ഫോർമുല എഴുതാം. എക്സാമിനർ നോക്കുമ്പോൾ ഒന്നുമില്ലെങ്കിലും 0 മാർക്സ് ഷുവറാണ്. ബട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചെങ്കിലും മാർക്ക് കിട്ടും. അങ്ങനെ ഒരു 5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ തന്നെ അറ്റ്ലീസ്റ്റ് 5 മാർക്ക് ആയില്ലേ. അതാണ് സ്ട്രാറ്റജി. 7, കൺട്രോൾ ടൈം ലൈക്ക് എ സ്ട്രാറ്റജി ഗെയിം. ലാസ്റ്റ് പോയിന്റ് ആണിത്, ബട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എക്സാം എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ മൈൻഡിൽ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. ഓരോ സെക്ഷനും എത്ര ടൈം കൊടുക്കണം എന്നുള്ളത്. മാർക്സ് നോക്കിയിട്ട് വേണം ആൻസർ എഴുതാനായിട്ട്, വിച്ച് മീൻസ് മാർക്ക് നോക്കിയിട്ട് വേണം അതിന് എത്ര സമയം കൊടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത്. കുറച്ച് മാർക്കുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ നേരവും കുറേ മാർക്കുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് നേരവും ആവരുത്. ഇതൊക്കെ അറിയാമെങ്കിലും പല സ്റ്റുഡൻസും ഈ മിസ്റ്റേക്ക് ചെയ്യുന്നത് കാണാം. 5 മാർക്ക് ക്വസ്റ്റ്യൻസിന് 2 പേപ്പർ എഴുതി വയ്ക്കും ആൻഡ് 8
മാർക്ക് ക്വസ്റ്റ്യന് ഒരു പേപ്പർ എഴുതി വയ്ക്കും. പിന്നെ എങ്ങനെ മാർക്ക് കിട്ടുക? സോ പ്രോപ്പറായിട്ട് മാർക്ക് നോക്കിയിട്ട് ഓരോ സെക്ഷൻസിനും ഉള്ള സമയം നിങ്ങൾ ഫിക്സ് ചെയ്യണം. എപ്പോൾ ഒരു സെക്ഷൻ സ്റ്റോപ്പ് ചെയ്യണം, എത്ര മണിക്ക് നെക്സ്റ്റ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്ന് തീരുമാനിച്ച് വയ്ക്കുക. ഞാൻ ഈ സെക്ഷൻ എന്ന് പറയുന്നത് 1 മാർക്ക് ക്വസ്റ്റ്യൻ സെക്ഷൻ, 5 മാർക്ക് ക്വസ്റ്റ്യൻ സെക്ഷൻ, എസ്സേ ക്വസ്റ്റ്യൻസ് ഇതിനൊക്കെയാണ് കേട്ടോ. ആൻഡ് ലാസ്റ്റത്തെ 10 മിനിറ്റ് നിങ്ങൾ പ്രൂഫ് റീഡിങ്ങിനായിട്ട് മാറ്റി വയ്ക്കാം. അതായത് എല്ലാതും എഴുതിയിട്ടില്ലേ, എവിടെയെങ്കിലും എഴുതാൻ സ്ഥലം വിട്ടിട്ടുണ്ടോ, എല്ലാം ഒന്ന് നോക്കി വയ്ക്കാം. എന്തെങ്കിലും എഴുതി ചേർക്കാനുണ്ടെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ നമുക്ക് സമാധാനമായിട്ട് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് മാർക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ എക്സാം പേപ്പർ നോക്കുന്നത് നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളെ അറിയാവുന്ന ആളോ ആയിരിക്കില്ല. ടോട്ടലി നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നത് ആ ഒരു 5-6 പേപ്പർ വെച്ചിട്ടായിരിക്കും. അപ്പോൾ അതിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ആൻസർ എഴുതുക. ഓക്കെ, സോ ദാറ്റ്സ് ഫോർ ടുഡേ. വീഡിയോകളൊക്കെ യൂസ് ചെയ്യാൻ അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് follow for more. Have a great day.